മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സാഹിത്യകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സംയുക്തവേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകൾക്ക് നൽകുന്ന അവാർഡ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. ഇന്ന് രാവിലെ 10-ന് മുരിക്കാട്ടുകുടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു. ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഒരു കാഴ്ചപ്പാടിന് കൂടിയാണ്. എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും അതോടൊപ്പം സാമൂഹിക പ്രവർത്തകരുടെയും എല്ലാം ഒരു കൂട്ടായ്മയാണ് വേൾഡ് ലിറ്ററേച്ചർ ഫോറം. അതിൻ്റെ പ്രവർത്തനത്തിന് അതിൻ്റെതായ ശൈലിയുണ്ട്. സ്വാഭാവികമായിട്ടും സേവനസന്നദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യമുള്ളവരെ സഹായിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിലും തുടർന്നു വന്ന പശ്ചാത്തലത്തിലുമെല്ലാം അവരുടേതായിട്ടുള്ള ഒരു സ്വീകാര്യത സമൂഹത്തിൽ നൽകാനായിട്ട് അവരെന്നും ശ്രദ്ധിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ, ആവശ്യമുള്ളവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി വളർത്തിയെടുത്തു വന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ലിറ്ററേച്ചർ ഫോറം. ഞാൻ അവരെ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കട്ടെ. അതോടൊപ്പം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിൽക്കുന്ന ആൾക്കാരെ അഭിനന്ദിക്കുക ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അവരുടെ അംഗീകാരത്തെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനും ഒക്കെ നടത്തുന്ന നല്ല ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് വിശിഷ്ടരായ കുറേ വ്യക്തികളെ ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്നത്. എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അവരുടെ പ്രവർത്തനത്തെ പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. തോമസ് മാസ്റ്ററെ സംബന്ധിച്ച് എനിക്ക് വളരെയേറെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലായിടത്തും നടന്നു നിൽക്കുന്ന വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു. ജില്ലയിലെ മികച്ച സാമൂഹിക സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് ജനസേവന രത്ന അവാർഡിനും ആതുര സേവന പ്രവർത്തനത്തിന് നൽകുന്ന ഗുഡ് സമരിറ്റൻ അവാർഡിന് പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വി.സിയും, സാഹിത്യരത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജിനും, മാനവസേവാരത്ന അവാർഡിന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ലിൻസി ജോർജും, സാമൂഹിക സേവന രത്ന അവാർഡിന് പ്രിൻസ് മറ്റപ്പള്ളിയും, നൂതനാശയങ്ങളിലൂടെ പഠന നിലവാരമുയർത്തിയ അധ്യാപകർക്കുള്ള ഗുരുരത്ന അവാർഡിന് ഷിനു മാനുവൽ കെ രാജനും, ജനപ്രിയ അധ്യാപക അവാർഡിന് വിജി ടി.സിയെയും, കലാപ്രതിഭ അവാർഡിന് ചാന്ദിനി കെ.എസിനെയും തെരഞ്ഞെടുത്തു. ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുന്നൂസ്, MGM ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗീസ് യോഹന്നാൻ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ബ്ലോക്ക് അംഗം ജലജ വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തങ്കമണി സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, ഹെഡ്മാസ്റ്റർ മുനിസ്വാമി, സിജോ എവറസ്റ്റ്, വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഭാരവാഹികളായ തോമസ് മാമൻ, സമത് മേപ്പുറത്ത്, ഷാജി തേക്കാട്ടിൽ, വൈദ്യൻ ബിജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.